യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇരട്ടച്ചങ്കൻ്റെ തണലിലല്ലെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ CPM സ്ഥിരം പറയുന്ന കാര്യമുണ്ടല്ലോ, ഞങ്ങളില്ലെങ്കിൽ, ഞങ്ങളുടെ സംരക്ഷണമില്ലെങ്കിൽ എന്ന് എപ്പോഴും ഒരു ബെനവലൻറ്റ് അങ്കിൾ, ഒരു സംരക്ഷണ അമ്മാവനായി ചമഞ്ഞ് ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ്, അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഫാസിസത്തോട് മുഖാമുഖം നിന്നിട്ട്, ഹിന്ദുത്വ പരിവാറിനോട് മുഖാമുഖം നിന്ന് ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു ജനതയാണ് അവർ. അവരുടെ അനുഭവ സമ്പത്ത്, ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങൾ, ഏറ്റവും തീവ്രമായ അടിച്ചമർത്തലുകൾ, ഏറ്റവും തീവ്രമായ കൂട്ടക്കൊലകൾ ഈ പരിവാറിൻ്റെ ഭാഗത്ത് നേരിട്ടൊരു ജനതയാണ്. പിണറായി വിജയൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ അവരെന്തോ ആയിപ്പോകും എന്ന് വിചാരിക്കുന്ന എന്താണ് സൈബർ പടയും താത്വിക ആചാര്യന്മാരും എല്ലാ അപമാനവും, എല്ലാ ആട്ടും, എല്ലാ തരത്തിലുള്ള ഈ ഡീഹ്യൂമനൈസേഷനും ഇതൊക്കെ അനുഭവിച്ച് അയ്യോ നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണേ എന്ന യാചനയോടെ ഈ ഒരു ജനത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. പിണറായി വിജയൻ മഹാനാണെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം വിചാരിക്കുന്നത്. ഒരു ജനത എല്ലാ ദിവസവും ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് അവമതിച്ചുകൊണ്ടിരിക്കുക, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുന്ന തരത്തിലുള്ള നിരന്തരം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക. അത് നടത്തുന്ന ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പിണറായി വിജയനോ യോഗിയോ മോദിയോ തമ്മിലുള്ള ഒരു മത്സരമല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ നിങ്ങൾക്ക് ഫാസിസോ, സോഷ്യലിസോ, നാസിസോ, കമ്മ്യൂണിസോ എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാതിപരമായിട്ടും വർഗപരമായിട്ടും വംശപരമായിട്ടും ഒരു കൂട്ടം ജനത മാത്രം അതിൽ അടിമപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങളിപ്പോ സംസാരിക്കുന്നത് മുസ്ലിംസിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CPM-നെ കുറ്റം പറയാം, പിണറായി വിജയനെ കുറ്റം പറയാം. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്നവൻ, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ഒരു നേതാവ് ആയിക്കോട്ടെ, അവൻ മനുഷ്യനെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൻ സംസാരിക്കൂ. പിന്നെ നിങ്ങളെ പോലുള്ള ഒന്നോ രണ്ടോ പേര് ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ പൊള്ളത്തരം എന്താണെന്ന് അറിയോ? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളെ പോലുള്ള വർഗീയ തീവ്രവാദികൾ വർഗീയപരമായ ഭിന്നത ഉണ്ടാക്കുവാണ്. അവരുടെ ഉള്ളിലേക്ക് മതചിന്ത കുത്തിവെക്കുകയാണ്. ഈ പറയുന്നവന് തന്നെ അറിയാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നതെന്ന്. അതെല്ലാം ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നവനാണ്. ഒരു കൂട്ടം ജനത SDPI-ലേക്കും പോപ്പുലർ ഫ്രണ്ടിലേക്കും മുസ്ലിം ലീഗിലേക്കൊക്കെ അടുപ്പിക്കുന്നത് ഇതുപോലുള്ള കോവർ കഴുതകളാണ്. ഇതിലൂടെ BJPക്ക് ഇവിടെ പുതിയ സ്കോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവന്മാരാണ്. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും നമ്മള് എന്നുള്ള ഒരു ആശയത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങള് എന്നൊരു വേർതിരിവ് കൊണ്ടുവരുന്നത് ഇതുപോലുള്ള ക്രിമികീടങ്ങളാണ്. മനസ്സിലാക്കണം, ഗുജറാത്തിലും അയോധ്യയിലും മണിപ്പൂരിലെല്ലാം അന്യമതസ്ഥരെ എന്ന പേരിൽ അനേകായിരം മനുഷ്യർ ആക്രമിക്കപ്പെട്ടു. എന്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇരട്ടി ശക്തിയോടെ BJP തിരിച്ചു വരുന്നു? എന്തുകൊണ്ട് ഇന്ന് വരെ കേരളത്തെ ഒന്ന് തൊടാൻ പോലും ഇവന്മാർക്ക് കഴിയുന്നില്ല? ഇവിടത്തെ ജനങ്ങൾ ഒരു മനസ്സോടെ ജീവിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഒരു കൂട്ടം മനുഷ്യരെ മാത്രം അട്ടിപ്പേരവകാശം എടുക്കാൻ BJP-യോ SDPI-യോ കാസയോ അല്ല ഭരിക്കുന്നത്. തെറ്റ് കണ്ടാൽ ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും തെറ്റാണെന്ന് തന്നെ പറയും. ഇതേ മുഖ്യമന്ത്രി തന്നെ ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്നവരല്ലേ